ഇന്ന് നമ്മൾ സന്ദർശിക്കുന്നത് വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ ഏറ്റവും പ്രശസ്തമായ ചരിത്ര നഗരങ്ങളിലൊന്നായ ഫ്രീമാന്റിൽ, അല്ലെങ്കിൽ എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന ഫ്രിയോ. വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ ഏറ്റവും പഴക്കമുള്ള തുറമുഖ നഗരങ്ങളിലൊന്നാണ് ഫ്രീമാന്റിൽ. 1829കളിൽ ബ്രിട്ടീഷുകാർ ഇവിടെ ആദ്യമായി കുടിയേറിയതോടെയാണ് നഗരത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത്. വ്യാപാരം, കുടിയേറ്റം, കടൽ യാത്ര എല്ലാം ഫ്രീമാന്റിലെ വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ചു. ചരിത്രവും സംസ്കാരവും കടൽ സൗന്ദര്യവും ചേർന്ന ഒരു പ്രത്യേക നഗരമാണ് ഫ്രീമാന്റിൽ. ആദ്യം നമ്മൾ എത്തുന്നത് ഫ്രീമാന്റിലിൻ്റെ വെസ്റ്റ് എൻഡ് ബിൽഡിംഗ് ഭാഗത്തേക്കാണ്. വിക്ടോറിയൻ കാലഘട്ടത്തിലെ മനോഹരമായ പഴയ കെട്ടിടങ്ങളാണ് ഇവിടെ കാണുന്നത്. ഇന്നും ഈ പൈതൃക കെട്ടിടങ്ങളിൽ കഫേകൾ, ആർട്ട് ഗാലറികൾ, ബ്യൂട്ടിക് ഷോപ്പുകൾ എന്നിവ പ്രവർത്തിക്കുന്നുണ്ട്. ഫ്രീമാന്റിലെ പഴയകാല ഭംഗി ഏറ്റവും കൂടുതൽ അനുഭവിക്കാവുന്ന സ്ഥലമാണിത്. അടുത്തതായി നമ്മൾ പോകുന്നത് റൗണ്ട് ഹൗസിലേക്കാണ്. 1830കളിൽ പണിത ഈ വൃത്താകൃതിയിലുള്ള കെട്ടിടം വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ ഏറ്റവും പഴക്കമുള്ള പൊതു കെട്ടിടമാണ്. ആദ്യം ഇതൊരു ജയിലായിരുന്നു. പിന്നീട് മറ്റു പല ആവശ്യങ്ങൾക്കായും ഈ ബിൽഡിംഗ് ഉപയോഗിച്ചിട്ടുണ്ട്. ഫ്രീമാന്റിൻ്റെ ആദ്യകാല ചരിത്രത്തിൻ്റെ ഒരു പ്രധാന സാക്ഷി കൂടിയാണ് ഈ ബിൽഡിംഗ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് സെൻറ്റ് ജോൺസ് ആഞ്ചലിക്കൻ ചർച്ച്. അടുത്തതായി നമ്മൾ പോകുന്നത് ഫ്രീമാന്റിൻ്റെ ഏറ്റവും പ്രശസ്തമായ ആകർഷണങ്ങളിലൊന്നായ ഫ്രീമാന്റിൽ പ്രിസണിലേക്കാണ്. 1850കളിൽ തടവുകാർ തന്നെ പണിത ഈ ജയിൽ ഇന്ന് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. തടവുകാരുടെ ജീവിതകഥകളും ജയിലിൻ്റെ ഇരുണ്ട ചരിത്രവും ഓസ്ട്രേലിയൻ പൈതൃകവും നമുക്കിവിടെ കാണാവുന്നതാണ്. അവസാനമായി നമ്മൾ പോകുന്നത് സെൻറ്റ് പാട്രിക്സ് ചർച്ചിലേക്കാണ്. ഫ്രീമാന്റിലെ ഒരു മനോഹരമായ കത്തോലിക്ക ദേവാലയം. ഉയർന്ന ഗോപുരം, വർണ്ണാഭമായ സ്റ്റെയിൻഡ് ഗ്ലാസ് ജനലുകൾ, ശാന്തമായ ആത്മീയ അന്തരീക്ഷം എല്ലാം ഈ പള്ളിയെ ഫ്രീമാന്റിലെ ഒരു പ്രധാന പൈതൃക ചിഹ്നമാക്കുന്നു. ഇന്നത്തെ ഫ്രീമാന്റിൽ ചരിത്രവും സംസ്കാരവും കടൽ സൗന്ദര്യവും കലയും കഫേ ജീവിതവും എല്ലാം ചേർന്ന ജീവനുള്ള ഒരു നഗരമാണ്. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ യാത്രാവിശേഷങ്ങൾ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.